Hi everyone, welcome back to part 2 video of The Boy Who Drew Cats, a story from 8th standard English textbook. 8th standard The Boy Who Drew Cats എന്ന ലെസന്റെ part 2 video ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Before going to part 2 video, let's revise what we had seen in part 1 video. Part 1 videoയിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ just revise ചെയ്ത ശേഷം we'll go to part 2. The story begins by saying that long time ago, in a country village in Japan, there lived a farmer and his wife, and they were very good people. പണ്ട് ജപ്പാനിലെ ഒരു കുഗ്രാമത്തിൽ ഒരു കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ജീവിച്ചിരുന്നു. അവർ രണ്ടുപേരും വളരെ നല്ല ആളുകളായിരുന്നു. And they had a number of children and found it very difficult to feed them all. അവർക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കുട്ടികളെയും പോറ്റാൻ ഒരുപാട് പ്രയാസം നേരിട്ടിരുന്നു. And their eldest son, he was a strong boy, so he began to help his father only when he was 14 years old. And his little sisters, they also began to help their mother as soon as they started to walk. ആ കർഷകന്റെ മൂത്ത മകന് 14 വയസ്സാകുമ്പോഴേക്കും അവൻ അച്ഛനെ സഹായിക്കാൻ വേണ്ടി ആരംഭിച്ചു. അതുപോലെ അവന്റെ കുഞ്ഞനുജത്തിമാര് അമ്മയെ വീട്ടിൽ സഹായിക്കാൻ വേണ്ടി തുടങ്ങി. And they had a little boy, the youngest child. He was too small and too weak, and people began to say that he won't grow very big. അങ്ങനെ ആ കർഷകരുടെ ഏറ്റവും ഇളയ മകനുണ്ടാവും. അവൻ വളരെ ചെറുതും വളരെ ദുർബലനുമായിരിക്കും. ഇങ്ങനെ അവനെ കാണുന്ന ആളുകളെല്ലാം പറയാൻ വേണ്ടി തുടങ്ങി, അവൻ ഒരുപാടൊന്നും വലുതാവില്ല, ഇവൻ എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. So his parents thought it is better for him to become a priest than to become a farmer. അങ്ങനെ അവന്റെ പാരന്റ്സ് ചിന്തിച്ചു, ഇവൻ എന്തുകൊണ്ടും ഒരു പ്രീസ്റ്റ് ആവുന്നതാണ്, ഒരു പുരോഹിതനാവുന്നതാണ് നല്ലത്, ഒരു കർഷകനാവുന്നതിനെക്കാട്ടിലും. ബിക്കോസ് ഹി വാസ് ടു സ്മോൾ ആൻഡ് ടു വീക്ക്, ബട്ട് ഹി വാസ് വെരി ക്ലവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അവൻ വളരെ ചെറുതായിരുന്നെങ്കിലും വളരെ വീക്കായിരുന്നെങ്കിലും ഹി വാസ് വെരി ക്ലവർ, വളരെ ബുദ്ധിമാനായ കുട്ടിയായിരുന്നു അവൻ. ക്ലവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അവന്റെ ബ്രദേഴ്സിനെക്കാട്ടിലും സിസ്റ്റേഴ്സിനെക്കാട്ടിലും എല്ലാം ക്ലവർ ആയിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു അവൻ. And one day his parents take him to a nearby temple, and there was a good old priest, and his parents asked the priest to make their boy his acolyte and teach him all that a priest ought to know. അങ്ങനെ ഒരു ദിവസം ഇവന്റെ പാരന്റ്സ് തൊട്ടടുത്തുള്ളൊരു ടെമ്പിളിലേക്ക് ഇവനെ കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ വളരെ പ്രായം ചെന്നൊരു പ്രീസ്റ്റ് ആയിരുന്നു ജീവിച്ചിരുന്നത്. ആ പ്രീസ്റ്റിന്റെ അടുത്ത് ഇവന്റെ പാരന്റ്സ് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഈ കുഞ്ഞിനെ താങ്കളുടെ അക്കോലൈറ്റ്, താങ്കളുടെ അസിസ്റ്റൻസ് ആക്കാൻ സാധിക്കുമോ? ഒരു പ്രീസ്റ്റ് അറിയേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങ് ഇവന് പഠിപ്പിച്ചു കൊടുക്കുമോ എന്ന് ഗുരുവിനോട് ചോദിക്കുന്നു. The priest was a kind man. He asked some hard questions and very clever were the answers from the boy. So the priest agreed to take him as his acolyte. ആ ദയാലുവായ പ്രായം ചെന്ന പ്രീസ്റ്റ് വളരെ ഹാർഡായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കുട്ടിയോട് ചോദിക്കുന്നു. അവന്റെ ആൻസേഴ്സ് എല്ലാം വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരു വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയെ തന്റെ അക്കലായിട്ടായിട്ട് ഇവിടെ എടുക്കാം, അവനെ ഒരു പ്രീസ്റ്റ് ആക്കാൻ വേണ്ടി പരിശീലിപ്പിക്കാമെന്ന് അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുക്കുന്നു. The boy learned everything very quickly and he was obedient in most of things, but he had a fault. He used to draw cats during study hours, and he drew pictures of cats where no pictures are supposed to be drawn. പക്ഷെ ഈ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവൻ വളരെ അനുസരണയുള്ള കുട്ടിയായിരുന്നു, എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും കേൾക്കുമായിരുന്നു. പക്ഷെ ഈ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ തന്റെ പഠനവേളക്കിടയിലും പൂച്ചകളുടെ ചിത്രം വരയ്ക്കുമായിരുന്നു. മാത്രമല്ല, എവിടെയൊക്കെ പൂച്ചകളുടെ ചിത്രം വരയ്ക്കാൻ പാടില്ലായിരുന്നുവോ അവിടെയൊക്കെ അവൻ പൂച്ചകളുടെ ചിത്രം വരച്ചു വെക്കുമായിരുന്നു. He even drew the pictures of cats on the margins, and he drew the pictures of cats on the screens of the temple and on the pillars and on the walls and everywhere. പ്രീസ്റ്റ് കൊടുക്കുന്ന പുസ്തകത്തിന്റെ, പഠിക്കാൻ കൊടുത്ത പുസ്തകത്തിന്റെ മാർജിന്റെ മുകളിലടക്കം അവൻ പൂച്ചകളുടെ ചിത്രം വരച്ചു വെക്കുന്നു. കൂടാതെ ആ ടെമ്പിളിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും, ചുവരുകളിലും അതുപോലെ പില്ലേഴ്സിന്റെ മുകളിലും, അങ്ങനെ എവിടെയൊക്കെ അവന് പൂച്ചകളുടെ ചിത്രം വരയ്ക്കാൻ പറ്റുമായിരുന്നോ അവിടെയൊക്കെ അവൻ പൂച്ചകളുടെ ചിത്രം വരച്ചു വെക്കും. And priest warned this boy a lot of times not to draw pictures of cats anywhere, but he was not ready to listen to that. ഒരുപാട് വട്ടം പ്രീസ്റ്റ് അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഇത്തരത്തില് പൂച്ചകളുടെ ചിത്രം വരച്ചു വെക്കരുതെന്ന്. പക്ഷെ അവൻ ഒരിക്കലും അത് കേൾക്കുന്നില്ല. He drew pictures of cats everywhere because he had
the genius of an artist. അവൻ പൂച്ചകളുടെ ചിത്രം വരച്ചു വെച്ചുകൊണ്ടിരുന്നത് അവനൊരിക്കലും പൂച്ചകളുടെ ചിത്രം വരയ്ക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ബിക്കോസ് ഹി ഹാഡ് വാട്ട് ഈസ് കോൾഡ് ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. ഒരു കലാകാരന് വേണ്ട ഒരു ജീനിയസ് ആയിട്ടുള്ള വളരെയധികം പ്രതിഭാശാലിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ. അവനെ കൊണ്ട് ഒരിക്കലും ചിത്രങ്ങൾ വരയ്ക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. And one day he drew some wonderful pictures on the screens of the temple, and the priest called him and told him that you have to go from here at once. You may become a wonderful artist one day, but you will never become a good priest. So you have to leave now. ഇവരച്ച ചിത്രങ്ങൾ കണ്ട ഉടനെ പ്രീസ്റ്റ് അവനെ വിളിപ്പിക്കുന്നു. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയാണ്, നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണം. നിനക്കൊരിക്കലും ഒരു നല്ല പ്രീസ്റ്റ് ആവാൻ സാധിക്കില്ല. ഒരു പക്ഷേ നീ നാളെ ലോകം അറിയപ്പെടുന്ന വലിയൊരു കലാകാരനായേക്കാം, വലിയൊരു ചിത്രകാരനായേക്കാം. പക്ഷെ ഒരിക്കലും നിനക്ക് നല്ലൊരു പ്രീസ്റ്റ് ആവാൻ സാധിക്കില്ല. എ പ്രീസ്റ്റ് ഈസ് സപ്പോസ് ടു സ്റ്റഡി ബുക്സ്. പ്രീസ്റ്റ് പുസ്തകങ്ങൾ വായിച്ച് പഠിക്കണം. സോ നിനക്കൊരിക്കലും ഒരു നല്ല പ്രീസ്റ്റ് ആവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്നും പോവണം എന്ന് കുട്ടിയുടെ അടുത്ത് കർശനമായിട്ട് പറയുന്നു. And as a final advice, the priest says to the boy, avoid large places at night and keep to small. കുട്ടി അവിടെ നിന്നും പോകുന്നതിന് മുമ്പായിട്ട് പ്രീസ്റ്റ് തന്റെ അവസാനത്തെ അഡ്വൈസ് എന്ന രീതിയിൽ കുട്ടിയുടെ അടുത്ത് പറയുന്നു, അവോയ്ഡ് ലാർജ് പ്ലേസസ് ആൻഡ് കീപ് ടു സ്മോൾ. രാത്രിയിൽ നീ വലിയ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ട് കുഞ്ഞു സ്ഥലങ്ങൾ യൂസ് ചെയ്യണം എന്ന രീതിയിൽ ഒരു അഡ്വൈസ് കൊടുക്കുന്നു. The boy was not able to understand what the priest meant by saying that, but the boy had no courage to ask the meaning, but he was thinking about it when he was tying up his bundle. കുട്ടിക്ക് ആ പറഞ്ഞ കാര്യത്തിന്റെ മീനിങ് പ്രീസ്റ്റിന്റെ അടുത്ത് പോയി ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ ബണ്ടിൽ പാക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ കാര്യം ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പ്രീസ്റ്റ് ഇങ്ങനെ പറഞ്ഞത്. ആൻഡ് ഫൈനലി ഹി ഗോസ് ടു ദ പ്രീസ്റ്റ് ആൻഡ് ഹി സേസ് ഗുഡ് ബൈ ആൻഡ് ഹി ലീവ്സ് ഫ്രം ദർ. ഞാൻ അവസാനമായിട്ട് ആ കുട്ടി പ്രീസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് പ്രീസ്റ്റിന്റെ അടുത്ത് ഗുഡ് ബൈ പറയുന്നു. എന്നിട്ട് ആ ടെമ്പിളിൽ നിന്നും അവൻ പോകുന്നു. ഇത്രയും ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചത്. ഇനി ആ കുട്ടിയുടെ ഭാവി എന്താവും, എന്താണ് സംഭവിക്കാൻ പോണത്, എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് പാർട്ട് 2 വീഡിയോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ബിഗിൻ ദ പാർട്ട് 2 വീഡിയോ ഓഫ് The Boy Who Drew Cats. He left the temple very sorrowfully and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having been disobedient to the priest, so he was afraid to go home. All at once he remembered that at the next village, 12 miles away, there was a very big temple. He had heard there were several priests at that temple, and he made up his mind to go to them and ask them to take him for their acolyte. So the boy left the temple sorrowfully, and he was thinking what to do next. അവൻ ഒരുപാട് വിഷമത്തോടു കൂടി ആ ടെമ്പിളിൽ നിന്നും ഇറങ്ങി പോകുന്നു. And he was thinking what to do. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി. If he went home straight, he knew that his father would punish him for being disobedient to the priest. അവൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അവന്റെ ഫാദർ അവന് തീർച്ചയായിട്ടും വഴക്ക് പറയും, ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വരും. ഈ പ്രീസ്റ്റിന്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് പ്രീസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാതെ അവൻ തിരിച്ചു വന്നുള്ള നൈരാശ്യം അവന്റെ പാരന്റ്സിന് ഉണ്ടാവും. അതുകൊണ്ട് വീട്ടിലേക്ക് പോവാൻ കുട്ടിക്ക് ഒരുപാട് പേടി തോന്നി. Then suddenly he remembered that 12 miles away in the next village there was a big temple and there were a lot of priests. So he made up his mind to go there and to ask them to take him as their acolyte. അങ്ങനെ പെട്ടെന്ന് കുട്ടിക്ക് ഓർമ്മ വരികയാണ്, ഇവന്റെ തൊട്ടടുത്ത ഗ്രാമത്തിൽ വലിയൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൽ ഒരുപാട് പ്രീസ്റ്റ് ഉണ്ടെന്ന് കുട്ടി കേട്ടിട്ടുണ്ട്. സോ അവൻ തീരുമാനിക്കുകയാണെന്ത്, അങ്ങനെയാണെങ്കിൽ ആ ടെമ്പിളിലോട്ട് ചെല്ലാം. അവിടെ ചെന്നിട്ട് അവിടെയുള്ള പ്രീസ്റ്റിന്റെ അടുത്ത് എന്താവശ്യപ്പെടാം, തന്നെ എന്നെ അവിടുത്തെ അക്കോലൈറ്റ് ആക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കാമെന്ന് കുട്ടി തീരുമാനിക്കുന്നു. Now that big temple was closed up, but the boy did not know this fact. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. Nobody had ever told these things to the boy. So he walked all the way to the village
hoping to be kindly treated by the priests. Now that the big temple was closed up, but the boy did not know this fact. The reason it had been closed was because a goblin had frightened the priest away from the temple and had taken possession of the place. So, ഈ കുട്ടി പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ആ ഒരു temple that was closed up now, and the boy did not know this fact. കുട്ടി പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന ആ ടെമ്പിൾ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. And the boy did not know this fact. കുട്ടിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. And why that temple was closed up? Because a goblin had taken possession of the temple. He had frightened the priest away and had taken the possession. ഒരു goblin. What is the meaning of goblin? Goblin means a fantasy fictional character or an ugly creature. നമ്മൾ ഈ ഫാന്റസി ഫെയറി ടെയിൽസിലൊക്കെ ഉണ്ടാകുന്ന ഒരു വൃത്തികെട്ടൊരു രൂപം, നമുക്കതിനെ ഭൂതമെന്നോ പിശാചെന്നോ കുട്ടിച്ചാത്തനെന്നൊക്കെ പറയാം. സോ അത്തരത്തിലൊരു ഗോബ്ലിൻ, ദാറ്റ് ഗോബ്ലിൻ ഹാഡ് ടേക്കൻ പൊസഷൻ ഓഫ് ദ ടെമ്പിൾ. ഹി ഹാഡ് ഫ്രൈറ്റൻഡ് ഓൾ ദ പ്രീസ്റ്റ് അവേ ഫ്രം ദർ. അവിടെ നിന്നും പ്രീസ്റ്റുകളെല്ലാം ഭയപ്പെടുത്തി അവൻ ഓടിച്ചിരിക്കുകയാണ്. അതിനുശേഷം ആ ഗോബ്ലിൻ ആ ടെമ്പിളിന്റെ മൊത്തം നിയന്ത്രണവും സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ഈ കാര്യം അവിടെ ഇപ്പോൾ പ്രീസ്റ്റുകളൊന്നും താമസിക്കുന്നില്ല, അതിപ്പോൾ ഒരു ഗോബ്ലിന്റെ കയ്യിലാണുള്ളതെന്ന് നമ്മുടെ കുട്ടിക്ക് അറിയില്ലായിരുന്നു. Some brave warriors had gone to the temple at night to kill the goblin, but nobody had seen these brave warriors afterwards. ഒരുപാട് ബ്രേവ് ആയിട്ടുള്ള വാരിയേഴ്സ് മീൻസ് യോദ്ധാക്കൾ, ഒരുപാട് ധീരന്മാരായിട്ടുള്ള യോദ്ധാക്കൾ ഈ ഗോബ്ലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ടെമ്പിളിലേക്ക് ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. പക്ഷെ ആ ധീര യോദ്ധാക്കളൊന്നും തന്നെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അവരെ എല്ലാവരെയും ഈ ഗോബ്ലിൻ കൊന്നിരിക്കാം. Nobody had told all these things to the boy, so he walked all the way to the village to be treated kindly by the priest. ഈ കാര്യങ്ങളൊന്നും തന്നെ ആരും കുട്ടിയുടെ അടുത്ത് ഇന്ന് വരെ പറഞ്ഞു കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തൻ്റെ തൊട്ടടുത്ത ഗ്രാമത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രീസ്റ്റുകളെല്ലാം തന്നെ വളരെ കൈൻഡായിട്ട് ട്രീറ്റ് ചെയ്യും, തന്നെ അവിടെ ഒരു എക്കലൈറ്റായിട്ട് അവർ എടുക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ബോയ് തൊട്ടടുത്ത ഗ്രാമത്തിലോട്ട് തൻ്റെ യാത്ര തുടർന്നു. When he got to the village, it was already dark and all the people were in bed. But he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. The boy went at once to the temple and knocked. There was no sound inside. He knocked and knocked again, but still nobody came. At last, he pushed gently at the door and was quite glad to find that it had not been fastened. So he went in and saw a lamp burning, but no priest. When he got to the village, it was already dark and people went to bed, and he saw a big temple on a hill on the other end of the principal street, and he decided to go there. അങ്ങനെ കുട്ടി അവിടെ എത്തിയപ്പോൾ, കുട്ടി ആ വില്ലേജിൽ എത്തിയപ്പോൾ ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക്, നേരം ഒരുപാട് വൈകിയിരുന്നു. and people were in bed, ആളുകളെല്ലാം തന്നെ കിടന്നിരുന്നു. and he saw on the other end of the principal street on a hill there was a temple. അങ്ങനെ കുട്ടി അവിടുത്തെ പ്രധാനപ്പെട്ട സ്ട്രീറ്റിലെത്തിയപ്പോൾ ആ സ്ട്രീറ്റിന്റെ മറ്റൊരു എൻഡിൽ അവൻ വലിയൊരു ഹില്ല് കാണുന്നു, ഒരു കുന്ന് കാണുന്നു. ആ കുന്നിന്റെ മുകളിലായിരുന്നു അവന് പോകേണ്ടിയിരുന്ന ആ ടെമ്പിൾ. ആൻഡ് there was light in the temple. ആ ടെമ്പിളിൽ ലൈറ്റ് കത്തിച്ചു വെച്ചിരുന്നു, വെളിച്ചം കാണാമായിരുന്നു. and people tell that the goblin used to make that light in order to attract the lonely travelers for shelter. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയാറുണ്ടായിരുന്നു ആ ലൈറ്റ് കത്തിക്കുന്നത് ഗോബ്ലിൻ ആയിരുന്നു, ഒറ്റപ്പെട്ടു പോകുന്ന യാത്രക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് രാത്രിയിൽ ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവര് ഈ ടെമ്പിളിലേക്ക് വരും ലൈറ്റ് കാണുമ്പോൾ. അത്തരത്തിൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ഗോബ്ലിൻ ചെയ്യുന്ന പണിയായിരുന്നു എന്ത്, ആ ടെമ്പിളിൽ ലൈറ്റ് കത്തിച്ചു വെക്കുക എന്നുള്ളത്. The boy went at once to the temple
and he knocked on the door. He knocked and knocked and knocked again, but nobody opened the door. അങ്ങനെ കുട്ടി അവിടെ ഓടി ചെന്നു. എന്നിട്ട് ആ ടെമ്പിളിന്റെ ഡോറിന് മേലെ നോക്ക് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു, മുട്ടാൻ വേണ്ടി ആരംഭിച്ചു. എത്ര മുട്ടിയിട്ടും ഒരുപാട് വട്ടം അവൻ ഡോർ നോക്ക് ചെയ്തിട്ടും ആരും ഡോർ തുറക്കുന്നുണ്ടായിരുന്നില്ല. And at last he pushed that door and it was not fastened. It got opened and the boy was happy that the door was not locked from inside. And he entered into the temple and he saw a light was burning, but there was no priest. അങ്ങനെ കുട്ടി അവസാനം എത്ര മുട്ടിയിട്ടും ഡോർ തുറക്കാതായപ്പോൾ ജെന്റലി ഒന്ന് പുഷ് ചെയ്തു, വളരെ മൃദുവായി ഡോറിന് മുകളിൽ ഒന്ന് തള്ളിക്കൊടുത്തപ്പോഴും ഡോർ തുറക്കാണ്. And he was happy that door was not fastened. Fastened means locked ആയിരുന്നില്ല. അപ്പൊ അവന് ഒരുപാട് സന്തോഷം തോന്നി. അവൻ അകത്തോട്ട് കടന്നു. അവിടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പ്രീസ്റ്റിനെ ഒന്നും കാണാൻ വേണ്ടി സാധിച്ചില്ല. He thought some priest would be sure to come very soon, and he sat down and waited. Then he noticed that everything in the temple was grey with dust and thickly spun over with cobwebs. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. He wondered why they had allowed everything to get so dusty. What most pleased him, however, were some big white screens, good to paint cats upon. Though he was tired, he looked at once for a writing box and found one, and ground some ink and began to paint cats. He thought some priest would come so soon, so he sat there and waited. But nobody came. അങ്ങനെ ഒരു പ്രീസ്റ്റ് പെട്ടെന്ന് തന്നെ വരുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ കുട്ടി അവിടെ കയറി ഇരിക്കുകയാണ്. പക്ഷെ പ്രീസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. Then he suddenly noticed that the place was completely dusty, full of dust and spun over with cobwebs. അങ്ങനെ അവൻ നോക്കുന്ന സമയത്ത് ആ പ്ലേസ് ഒട്ടും നീറ്റ് ആയിരുന്നില്ല. The temple was grey with dust. അവിടെ എല്ലാം പൊടി പിടിച്ച് ആകെ നാശമായിട്ടുണ്ട്. And thickly spun over cobwebs. Cobwebs പറഞ്ഞാല് ചിലന്തി വല. ചിലന്തി വലകൾ ഒരുപാട് നിറഞ്ഞിട്ടുണ്ട് അവിടെ. സോ അത്തരത്തില് ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള, ഒരു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു സ്ഥലമാണിതെന്ന് കുട്ടി ചിന്തിക്കാൻ തുടങ്ങി. So he thought to himself that the priest would be happy to have an acolyte to keep the place clean. ആ സമയം കുട്ടി ചിന്തിക്കുകയാണ്, എന്തായാലും ഇവിടുത്തെ പ്രീസ്റ്റിന് ഒരു അക്കലൈറ്റിന് ആവശ്യമുണ്ടാവും. കാരണം ഈ സ്ഥലമെല്ലാം വൃത്തിയാക്കാൻ വേണ്ടി ഒരു ശിഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് ഹാപ്പി ആവും എന്ന് കുട്ടി ചിന്തിക്കുന്നു. And he was surprised to see that why this place is too much dusty and not so clean. അവൻ വണ്ടർ അടിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവര് ഈ ഒരു സ്ഥലം ഇത്രയും പൊടി പിടിച്ചും ഇത്രയും നാശമായിട്ട് ഉപയോഗശൂന്യമാക്കിയിട്ടിരിക്കുന്നതെന്നും. And what made him so happy was that he was able to see a lot of white screens so that he can draw a lot of pictures there. അങ്ങനെ അവൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയത് അവിടെ ഒരുപാട് വലിയ വലിയ വരയ്ക്കാൻ സാധിക്കുന്ന വൈറ്റ് സ്പേസസ് ഉണ്ടായിരുന്നു. അവൻ അവിടെയെല്ലാം നിറയെ പൂച്ചകളുടെ ചിത്രം വരയ്ക്കാം എന്നതായിരുന്നു അവനെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തിയത്. Though he was tired, he looked for a writing box and found one, and he grounded some ink and he began to draw pictures of cats. അവൻ ഒരുപാട് ക്ഷീണിതനായിരുന്നു. കാരണം അവൻ ഒരുപാട് നടന്നിട്ടാണ് തൻ്റെ അടുത്ത വില്ലേജിൽ എത്തിയിരിക്കുന്നത്. ഒരുപാട് ടയേർഡ് ആയിരുന്നെങ്കിലും അവൻ ആദ്യം നോക്കിയത് ഒരു റൈറ്റിംഗ് ബോക്സ്, അവന് വരയ്ക്കാൻ ആവശ്യമുള്ള പേനയും സാമഗ്രികളൊക്കെ ഉള്ള ഒരു റൈറ്റിംഗ് ബോക്സ്, ഒരു വുഡൻ ബോക്സ് ആണ് റൈറ്റിംഗ് ബോക്സ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ടൈപ്പ് ഓഫ് ബോക്സസ് ആണ് റൈറ്റിംഗ് ബോക്സ്. അത്തരത്തിലുള്ള റൈറ്റിംഗ് ബോക്സ് അവൻ കണ്ടെടുക്കുന്നു. അതിനകത്ത് നിന്നും പേന എടുത്ത് അതിനകത്ത് മഷി നിറച്ചിട്ട് എന്ത് ചെയ്തു, അവൻ പൂച്ചകളുടെ ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ആരംഭിച്ചു. ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ് എന്ന ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇനിയാണ് സ്റ്റോറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതായത് ഈ ബോയ് തൻ്റെ ടെമ്പിളിൽ നിന്നും തൊട്ടടുത്തുള്ളൊരു ടെമ്പിളിലേക്ക് എത്തിച്ചേരുന്നു. ആ ടെമ്പിളിൽ പോകുമ്പോഴാണ് പ്രതീക്ഷിച്ചത് അത് വളരെ വലിയൊരു ടെമ്പിളായിരുന്നു. അവിടെ ഒരുപാട് പ്രീസ്റ്റുകളുണ്ട്. അപ്പം അവിടെ അവന് അക്കോളൈറ്റായിട്ട് നിൽക്കാം, കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് കുട്ടി പോകുന്നതെങ്കിലും ആ ടെമ്പിൾ ഇപ്പം ഒരു ഗോബ്ലിൻ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പ്രീസ്റ്റുകളെല്ലാം അവൻ
അവിടെ നിന്നും ഓടിച്ചു കഴിഞ്ഞു. കൂടാതെ ഈ ഗോബ്ലിനെ വധിക്കാൻ വേണ്ടി വന്നിരുന്ന ഒരുപാട് ധീര യോദ്ധാക്കളെയെല്ലാം പിന്നീട് ആരും കണ്ടിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും ആർക്കും അറിയില്ല. ഇതൊന്നും അറിയാതെ പാവം കുട്ടി തൊട്ടടുത്ത ആ ഒരു ക്ഷേത്രത്തിൽ എത്തുന്നു. ഒരുപാട് വൈകിയാണ് അവൻ അവിടെ എത്തുന്നത്. അവിടെ എത്തിയ ശേഷം ആ ടെമ്പിളിൽ ലൈറ്റ് കണ്ട് കുട്ടി അവിടേക്ക് ചെല്ലുന്നു. പക്ഷെ അവിടെ ലോക്ക്ഡ് ആയിരുന്നില്ല. അവൻ ടെമ്പിളിലേക്ക് കടന്ന് അവിടെ ഇരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ പ്രീസ്റ്റുകൾ ആരെങ്കിലും വരുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് അവൻ വരയ്ക്കാനായിട്ടുള്ള ഒരുപാട് വലിയ വലിയ സ്ക്രീനുകൾ കാണുന്നു. അങ്ങനെ അവൻ ഒരു പേന സംഘടിപ്പിച്ച് പൂച്ചകളുടെ ചിത്രം വരച്ചു വെക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ പാർട്ട് 3 വീഡിയോയിൽ കാണുന്നതായിരിക്കും. കുട്ടിക്ക് എന്താണ് സംഭവിക്കുക, ഗോബ്ലിൻ വന്ന് കുട്ടി ഗോബ്ലിനെ കൊല്ലപ്പെടുമോ അല്ലെങ്കിൽ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുമോ എന്നൊക്കെയുള്ള സസ്പെൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെയുള്ള ലെസൺ നന്നായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. So thank you so much for watching this video. So we will see in the next video. Until then, take care and bye.